എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയകളിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ എന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബൗൾ എടുത്ത് ആ ബൗളിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും ഓരോ ബൗളിലേക്കും കുറച്ച് പൊടിയുപ്പും കുറച്ച് കല്ലുപ്പും ഇടുന്ന എന്നിട്ട് അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയുപ്പിലേക്ക് ഇടുമ്പോഴും കല്ലുപ്പ് ഇടുമ്പോഴും ഈ 2 ബൗളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതായത് പൊടിയുപ്പ് അവസാനം ഈ ബൗളിലേക്ക് കഞ്ഞിവെള്ളവും ചെറുനാരങ്ങ നീരും ചേർത്ത് വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് പൊടിയുപ്പ് ഇടുന്ന സമയത്ത് ഒരു ഡാർക്ക് ബ്ലൂ, അതായത് ഒരു ബ്ലാക്ക് കളർ തന്നെ കാണുന്നുണ്ട്. മറ്റേ ഇതിലേക്ക് ഇടുമ്പോൾ, അതായത് കല്ലുപ്പുള്ളതിലേക്ക് ഇടുമ്പോൾ ഒരു നിറവ്യത്യാസം ഒന്നുമില്ല. പക്ഷെ പൊടിയുപ്പിലേക്ക് ഇടുമ്പോൾ ചെറിയൊരു നിറവ്യത്യാസം, അതായത് നല്ല ഡാർക്ക് കളറായിട്ടുള്ള ഒരു കളർ അതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കളർ വ്യത്യാസം കാണിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിൽ പറയുന്നത് പൊടിയുപ്പ് ആരും കഴിക്കരുത്, വളരെ എന്താ പറയുക വിഷാംശങ്ങളാണ് ഇതിലുള്ളത്, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് പൊടിയുപ്പ് ആരും കഴിക്കരുത്, കല്ലുപ്പ് ആണ് ഹെൽത്തി, അതുകൊണ്ട് കല്ലുപ്പ് കഴിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്, ഈ സന്ദേശമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. എന്നാൽ ശരിക്കും ഇത് പൊടിയുപ്പ് അപകടം നിറഞ്ഞ സാധനമാണോ, അല്ലെങ്കിൽ അത് മാലിന്യം ഉള്ളതാണോ, അത് വിഷാംശമാണോ, എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ശരിക്കും ഈ പൊടിയുപ്പും കല്ലുപ്പും തമ്മിൽ 2 പ്രധാന വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ ഷേപ്പിലുള്ള, ഒന്ന് കല്ലായിട്ടിരിക്കുന്നു, ഒന്ന് പൊടിയായിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം, ഒന്നിൽ അയഡിൻ ഉണ്ട്, ഒന്നിൽ അയഡിൻ ഇല്ല. അതായത് പൊടിയുപ്പിൽ അയഡിൻ കണ്ടന്റ് ഉണ്ട്, കല്ലുപ്പിൽ അയഡിൻ കണ്ടന്റ് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ വ്യത്യാസം. ഈ വ്യത്യാസങ്ങൾ ആണ് ഈ ഒരു നിറത്തിനുമുള്ള കാരണം ഗ്ലൂക്കോസും അയഡിനും ചേരുന്ന സമയത്ത് ഗ്ലൂക്കോസിലുള്ള സ്റ്റാർച്ച് വേറിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ആ കളർ വ്യത്യാസം നമുക്കതിൽ കാണാൻ പറ്റുന്നത്. അതായത് പൊടിയുപ്പിൽ അയഡിൻ അഡീഷണൽ ആഡ് ചെയ്യുന്നുണ്ട്, അത് അയഡിൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതുമാണ്. അയഡിൻ കലർന്ന ഉപ്പ് പല സമയത്ത് ആളുകൾ കഴിക്കേണ്ടതായിട്ട് തന്നെ പരസ്യങ്ങളും മറ്റും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വരെ ചെയ്യുന്ന ഒരു കണ്ടന്റാണ് അയഡിൻ. ഗർഭിണികളായ സ്ത്രീകൾ അയഡിൻ കലർന്ന ഉപ്പ് കഴിക്കണം എന്നുള്ള പരസ്യം വരെ മുമ്പ് റേഡിയോകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാവാനെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയൊന്നും വേണ്ട. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് എങ്ങനെയാണ് ഗ്ലൂക്കോസിൽ നിന്ന് സ്റ്റാർച്ചിനെയും വേർതിരിച്ചെടുക്കുന്നത് എന്നുള്ള ഒരു എക്സ്പെരിമെൻ്റ് പറയുന്നുണ്ട്. ആ എക്സ്പെരിമെൻ്റ് ആണ് ഇത്. കഞ്ഞിവെള്ളവും കുറച്ച് ചെറുനാരങ്ങ നീരും അതിലേക്ക് കുറച്ച് ഉപ്പും പൊടിയുപ്പ് ഇടുന്ന സമയത്ത്, പൊടിയുപ്പ് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അയഡിൻ ഉണ്ട്, അയഡിൻ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അയഡിൻ ലായനി ആയിട്ടുള്ള മറ്റേതെങ്കിലും സബ്സ്റ്റൻസ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ വേർതിരിച്ചെടുക്കാം. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഈ എക്സ്പെരിമെൻറ്റിനെയാണ് ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തി പൊടിയുപ്പ് കഴിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞ് വെച്ചത്. പല ആളുകളും ചിലപ്പോൾ പൊടിയുപ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടാവും. ഈ വീഡിയോ കണ്ടിട്ട് പൊടിയുപ്പ് അപകടം നിറഞ്ഞതാണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ പൊടിയുപ്പ് ഉപയോഗം നിർത്തിയവർ വരെ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.